In a sentence. Achyutavataram is a piece which involves multi-genres such as fantasy and a lot of cybercrime, technology and emotions, which will bring in the empowerment of women who watch this piece, and it will also bring in a lot of family emotions together for the audience. Superb. And എന്തുകൊണ്ട് അച്യുതാവതാരം കാണണം? കാരണം ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ആൻ ആക്ടർ എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും ഇത് കണ്ടിരിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ് മാളവികയുടെ ഒരു പെർസ്പെക്റ്റീവില്? The reason that everyone should watch Achyutavataram is because ഇന്നത്തെ കാലത്ത് സൈബർ ക്രൈം എന്നുള്ളൊരു ഇഷ്യൂ വളരെ പ്രിവലൻ്റ് ആണ്, ഞാൻ പറഞ്ഞ പോലെ. സോ ഈ ഒരു ഫിലിം നോട്ട് ഓൺലി ഫോർ ദി പീപ്പിൾ ഹു വാച്ച് ആസ് എൻ ഓഡിയൻസ്, ആസ് എ സിനിമ ലവേഴ്സ്, ബട്ട് ഓൾസോ ഫാമിലീസിന് പോലും ഈ സിറ്റുവേഷൻസ് വളരെ റിലേറ്റബിൾ ആയിരിക്കും. സോ ദീസ് സിറ്റുവേഷൻസ് I believe will resonate with most of the families, and they will see their fears and pains which will be reflected through these characters. But more than that, this film is here to bring a social awareness. So ഈ ഫിലിം കാണുന്ന ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് മാത്രമല്ല, പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ലീവ് മോർ അവെയർ അബൌട്ട് ദി സിറ്റുവേഷൻ ദാൻ എവർ ബിഫോർ. സൂപ്പർ. ക്യാരക്ടർ ചെയ്യാണ്. സോ ഒരു സിസ്റ്റർ ബ്രദർ കോംബോയൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുമോ അഭിജിത്ത്? തീർച്ചയായിട്ടും കാണാൻ പറ്റും. കാണാൻ പറ്റും. ഒരു ചെറിയൊരു കോമ്പറ്റേറ്റീവ് ബ്രദർ സിസ്റ്റർ റിലേഷൻ ആണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് ഒക്കെ കേട്ടു. സിസ്റ്ററിനോട് ഒരു ചെറിയൊരു അസൂയൊക്കെ ഉള്ള ഒരു ബ്രദർ ആണോ? കുശുമ്പുള്ള ഒരു ബ്രദർ ആണോ? കുശുമ്പല്ല, സിസ്റ്ററെ വളരെ ഉയരത്തിലേക്ക് എത്തുന്ന കാണുമ്പോൾ എന്താ ഇങ്ങനെ പോകുന്നതെന്നുള്ളൊരു തോന്നലുണ്ടാവും. അസൂയുള്ള ഒരു ബ്രദർ ആണ്. അസൂയ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇത്തിരി ചെറിയൊരു കോമ്പറ്റീഷൻ ആറ്റിറ്റ്യൂഡ്, ഇത്തിരി. പക്ഷെ അസൂയും കുശുമ്പും കൂടി ചേച്ചി എങ്ങനെ തകർത്തെറിയാന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ ചേച്ചിയുടെ ഒരു എന്താ പറയാ, പെട്ടെന്ന് ചേച്ചിയുടെ ഒരു വലിയൊരു സക്സസ് കണ്ട് ഞെട്ടിയിരിക്കുന്ന ഞെട്ടിത്തെരിച്ചു പോയ ആംഗ്ലയുടെ ക്യാരക്ടറാണ് ഇതില് അഭിജിത്ത് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് അച്യുതാവതാരം? ഞാൻ നേരത്തെ മാളവികയോട് ചോദിച്ചു, എങ്ങനെയാണ് ഒരു സെന്റൻസിൽ, ഒരു വാക്യത്തിൽ അച്യുതാവതാരം എന്ന മൂവി ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ എന്തായിരിക്കും അഭിജിത്ത് പറയാം? ഒറ്റ വാക്കിൽ പറയേണ്ട സിനിമയല്ല അച്യുതാവതാരം. അത് എല്ലാവരും കണ്ടു തന്നെ മനസ്സിലാക്കണം. കാരണം അത്രയേറെ കാര്യങ്ങളുണ്ട് അതിൽ. ഇന്നത്തെ സമൂഹം നേരിടുന്ന വെല്ലുവിളികളും ഇന്നത്തെ സമൂഹത്തിലെ യുവാക്കളും പിന്നെ അതുപോലെ ഫാമിലിയിൽ നടക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ സഹോദരി ഇപ്പം അച്യുതയും ഞാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അടക്കം ആ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. എക്സ്പെരിമെന്റൽ മൂവി കൂടിയാണ് അച്യുതാവതാരം. സോ ആസ് എൻ എക്സ്പെരിമെന്റൽ മൂവിയുടെ ഒരു ഭാഗമായി മാറുമ്പോൾ വരുന്ന ഒരു ഏറ്റവും വലിയ ചാലഞ്ച് ഒക്കെ എന്താണ്? കാരണം ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള മൾട്ടി ലെയേഴ്സ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്, ഭയങ്കരമായിട്ടും ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, ഇമോഷൻസിന്റെ തന്നെ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. സോ ഒരു ബ്രദർ സിസ്റ്റർ ബന്ധം, ഒരു ഫാമിലി ഡ്രാമയാണ്, കുറച്ച് ടെക്നോളജി, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്താണ് അച്യുതാവതാരം എത്തുന്നത്. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ ഓർക്കുന്നത്? ഈ മൊമെന്റിൽ ഞാൻ ആ കഥാപാത്രത്തെ ഓർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഫാമിലിയില് എല്ലാവരും നമ്മൾ ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കള് വീട്ടില് എന്തായാലും അടങ്ങിയിരിക്കില്ലല്ലോ. അവന്റെ വഴികൾ തേടി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ വീട്ടുകാർ നിരന്തരം നീ എവിടെ പോവാ, നീ ഇങ്ങോട്ട് വാ, തിരിച്ചു വാ, വീട്ടിലുണ്ടാവണം എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ ഫാമിലി, മീൻസ് അച്യുതയുടെ എൻ്റെ ഫാമിലി. പക്ഷേ മോഹൻ ഇതൊന്നും കേൾക്കാതെ സൗഹൃദത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൊട്ടനായിട്ട് ആ സമൂഹത്തില്, മീൻസ് ഫ്രണ്ട്സിന്റെ വാക്ക് കേട്ട് പൊട്ടനും മണ്ടനുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ അതേപോലെയാണ് മോഹൻ ഈ കഥാപാത്രമായിട്ട് മുന്നോട്ട് പോകുന്നത്. സൂപ്പർ. അപ്പൊ ഇത്രയും പറയുമ്പോൾ പറഞ്ഞു ഫ്രണ്ട്സിന്റെ വാക്ക് കേട്ട് നടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഫ്രണ്ട്സിനെ കൂടി ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ഈ ഫ്രണ്ട്സിന്റെ വാക്ക് കേട്ടിട്ടാണ് അച്യുതയുടെ ബ്രദറായ മോഹൻ ഫുള്ള് വഴിതെറ്റി നടക്കുന്നത്. വഴി തെറ്റിക്കുന്ന ആനന്ദ്, കൃഷ്ണ, ജോസഫ്, മാത്യു ആൻഡ് മജീദ് മൊമെന്റ് ആണ്. കാരണം 2 വർഷം മുമ്പ് എബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ പ്രസ് മീറ്റിൽ ഇതേ വേദിയിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു. അതിലുപരി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട സൈജു ചേട്ടൻ്റെ ചെറുപ്പകാലം ആ സിനിമയിൽ അവതരിപ്പിക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ റെയർ അവഞ്ചേഴ്സിൻ്റെ അടുത്ത പ്രൊജക്റ്റ് സൈജു ചേട്ടനെ വെച്ചാണെന്ന് അറിയുമ്പോൾ ഇരട്ടി സന്തോഷം. ഒരു ചായ ഉണ്ട് കേട്ടോ, സൈജുചേട്ടൻ ഒരു ചെറിയ ചായ ഉണ്ട്. അങ്ങനെ അവർക്ക് തോന്നിയെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ആ ക്യാരക്ടറിലേക്ക്.
എന്റെ വീട് തൃശ്ശൂരാണ്, ഇപ്പോൾ Okay. എറണാകുളത്താണ് താമസം. ഓക്കെ, അടിപൊളി അടിപൊളി. എന്നിട്ട് അപ്പൊ അങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പൊ സൈചേട്ടനെ വീണ്ടും കാണാൻ കഴിഞ്ഞ സന്തോഷം. അച്യുതാധാരത്തിലേക്ക് വരുന്നത് ഈ മൂവിയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ജോസഫ് സാറാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത്. സാർ വിളിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജോസഫാണെന്ന്. അപ്പോൾ സാറും പറഞ്ഞു ഞാൻ ജോസഫാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റാണ്, ഒരു കന്നഡ ഇൻഡസ്ട്രി എന്നുള്ളൊരു ടീമാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ കന്നഡ നമ്മൾ മലയാളം തന്നെ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ സാർ പറഞ്ഞത് ഇതൊരു മലയാളം സിനിമയാണ്. അങ്ങനെ അതിലേക്ക് എത്തിയതിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടറിൻ്റെ പേര് സുഹാസ് എന്നാണ്. ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഈ പറഞ്ഞ പോലെ. ഇവനെ പരമാവധി വഴി തെറ്റിച്ച്, പക്ഷേ ഈ സിനിമയിൽ നമുക്കുള്ളൊരു ചാലഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ സ്ക്രീനിൽ ചെയ്യേണ്ടി വന്നു. കാരണം മദ്യപാനം, പുകവലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശീലമില്ലാത്തതുകൊണ്ട് അത് കുറച്ച് ചെയ്യേണ്ടി വന്നു. സോ ഈ കുട്ടികളുടെ കൊടിയ ക്രൂരതയുടെ അച്ഛന്റെ മുഖമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്.